നായരമ്പലം പഞ്ചായത്തിന് മികച്ച കർഷകനായ ശ്രീ മര്യാദാസ് ചിങ്ങന്തലയുടെ പൊക്കാളി നെൽകൃഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി നീതു ബിനോദ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ജോബി വർഗീസ്, പൊക്കാളി നെൽ വികസന ഏജൻസി വൈസ് ചെയർമാൻ ശ്രീ PV ലാജു, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ബിന്ദു, വാർഡ് മെമ്പർ ശ്രീ ഷിനു, കൃഷിവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർമാരായ ശ്രീമതി സിന്ധു VP, ഇന്ദു നായർ, ഞാർക്കൽ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി വിദ്യ ഗോപിനാഥ്, കൃഷി ഓഫീസർ ശ്രീമതി ദിവ്യ, കർഷകനായ ശ്രീ ജോണി വട്ടത്തറ എന്നിവർ സന്നിഹിതരായിരുന്നു. വാർഷിക സമിതിയുടെ ഭാരവാഹികൾ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, പൊക്കാളി കൃഷി ഇന്ന് അന്യം നിലച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പല കാരണങ്ങളുണ്ട് കർഷകർക്ക് ഈ പൊക്കാളി കൃഷി ചെയ്യുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരാണ് പൊക്കാളി കർഷകർ. ഗവൺമെൻറ് ഇത് ഒരു പരമ്പരാഗത ജൈവ കൃഷി എന്നുള്ള നിലയ്ക്ക് ഇതൊരു സ്പെഷ്യൽ പാക്കേജായി കണ്ടുകൊണ്ട് പൊക്കാളി കൃഷി ചെയ്യുന്നവർക്കുള്ള നിരവധി ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒരു നിവേദനത്തിലൂടെ കണ്ടിടും ബഹുമാനപ്പെട്ട കൃഷി പൊക്കാളി നെൽ വികസന ഏജൻസികൾ നിവേദനം കൊടുക്കുന്നുണ്ട്. വളരെ കൃത്യമായി പൊക്കാളി കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് പൊക്കാളി വികസന സമിതി ഇപ്പോൾ വിശദമായിട്ട് ഏതാനും മാസങ്ങളായി അതിൽ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം വന്നതിനാൽ നമുക്കൊരു മീറ്റിംഗ് കൂടി ബന്ധപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോകുവാനായിട്ട് ഒരു കാലതാമസം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും അതൊക്കെ പരിഗണിക്കാതെ തന്നെ ഒരു സ്പെഷ്യൽ പാക്കേജ് ഇതിൻ്റെ മുൻകാല അനുഭവങ്ങളുള്ള കർഷകരുമായി സംബന്ധിച്ചിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ PLDA കമ്മിറ്റിയുടെ നേരത്തെയുള്ള പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ആ പ്രോജക്റ്റ് പ്രായോഗിക തലത്തിൽ കണ്ടുകൊണ്ട് ഒരുപാട് ബാധ്യത സാമ്പത്തിക അധിക ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് കർഷകർ ഈ കൃഷി നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. ഇവിടെ തന്നെ ഈ പാടശേഖരത്തിൽ തന്നെ മറ്റേ നെറ്റൊക്കെ ഇട്ട് വെള്ളം വറ്റിച്ച് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. വിവിധ ഏജൻസികളുടെ സഹകരണത്തോടെ മാത്രം ഒരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് പോകുന്നത്. അതിൽ തന്നെ മത്സ്യകൃഷി ചെയ്യുന്ന കർഷകരാണ് ഇപ്പോൾ പൊക്കാളി കൃഷി. ഒരു നെല്ല് ഒരു മത്സ്യം എന്നുള്ള നിലയ്ക്ക് 6 മാസം മത്സ്യകൃഷിയും 6 മാസം പൊക്കാളി കൃഷിയുമായിട്ട് വെള്ളം പറ്റിക്കുന്നതിന് വരുന്ന ചിലവുകളാണ്. ഗവൺമെൻറ് ബലപ്പെടുത്തുന്നതിന് ആവശ്യമായ ചിലവുകൾ, ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, ഇതൊക്കെ ഒരുപാട് സാമ്പത്തിക ബാധ്യത. ഇപ്പം നെല്ലിക്കോടിയുടെ ഭാഗത്ത് ഷെഡ്യൂളിലായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ വടയെത്തിയിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു പാക്കേജ് കൃഷി വകുപ്പും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൂടി ഒരുമിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതിയിൽ പൊക്കാളി കൃഷിക്ക് വേണ്ടി എന്തൊക്കെ പദ്ധതിയാണ് എന്നുള്ളത് സ്വാഭാവികമായും പൊക്കാളി നെൽ കർഷകർക്ക് പ്രോത്സാഹനം നൽകുന്ന രീതിയിലുള്ള പദ്ധതികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട്. ഇതൊക്കെ ഒരു നല്ല രീതിയിലുള്ള കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പരമ്പരാഗതമായ ഒരു ജൈവ കൃഷിയാണ്. നമ്മുടെ ചരിത്രം പറയുകയാണെങ്കിൽ 3000-ഓളം വർഷങ്ങളുടെ പഴക്കമുള്ള ഒന്നാണ് ഈ ജൈവ കൃഷിയാണ് ഈ പൊക്കാളി നെൽ. 26,000 ഹെക്ടർ പ്രദേശത്താണ് കേരളത്തിൽ ചെയ്ത്. കേരളത്തിൽ 3 ജില്ലകളിലാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്: എറണാകുളം, ആലപ്പുഴ, തൃശ്ശൂർ. 26,000 ഹെക്ടർ സ്ഥലങ്ങളാണ് ഈ പൊക്കാളി നെല്ലായിട്ട് കണ്ടെത്തിയിരുന്നത്. പക്ഷെ അതിപ്പോൾ ലോപിച്ച് വളരെ കുറഞ്ഞ് അത് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ ഇവർ നേരിടുന്ന പ്രശ്നങ്ങൾ PLDAക്ക് ഒരു നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ അനുഭവസമ്പന്നരായ കർഷകരുടെ സഹായങ്ങൾ ആവശ്യമാണ്. കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ ആവശ്യമാണ്. വിവിധ വകുപ്പുകളുടെ ഏകോപനങ്ങൾ ആവശ്യമാണ്. ഈ സഹകരണങ്ങളൊക്കെ ഉണ്ടാകണമെന്നും ഈ കൃഷിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ തീർക്കുന്നു. നന്ദി, നമസ്കാരം. പലകേമൽക്ക് കാല് തന്നു പോരുത്. അല്ല, ഇത് ഞാനേ എല്ലാവർക്കും പിടിക്കാനാണ്. കുറച്ച് ചെറുതരാ.
അതിന് മുകളിലിട്ടാണ് കിട്ടുന്നത്. അല്ല ഞാനിത് ഒന്ന് പിടിക്കാണ്. പുറത്തേക്കാക്കാം. ഉണ്ടോ? ആ രണ്ട് വാക്ക് ഈ പറഞ്ഞോ, രീതി പറഞ്ഞോ. ആ പറഞ്ഞോ, അപ്പൊ രീതി ആയിക്കോളൂ. വളരെ സന്തോഷമുണ്ട് ഈ തവണത്തെ വിത്ത് ഒരു ചടങ്ങിലേക്ക് പങ്കെടുത്തത്. എന്തായാലും ആദ്യമായിട്ട് ചെയ്യുന്നതാണ് നഗരമ്പലം. വളരെ സന്തോഷമായിട്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ ഈ ജില്ലയിൽ പൊക്കാളിക്ക് വളരെയേറെ പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് നമ്മുടെ കൃഷി വകുപ്പ് പൊക്കാളി കൃഷിയെ ഇത്തവണ ഏറ്റുവാങ്ങാനിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി മീറ്റിങ്ങുകൾ, യോഗങ്ങൾ, കാര്യങ്ങളൊക്കെ നടന്നു. ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ അതിന് തൊട്ടറിയുന്നതിനായിട്ട് എല്ലാ പാഠങ്ങളിലും എത്താനുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ എല്ലാ പഞ്ചായത്തുകളിലേക്കും പോകാമെന്ന് കരുതിയിരിക്കുന്നത്. കുറച്ച് തിരക്കുകളും കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ഇതൊരു വലിയ സന്തോഷമാണ്. കൃഷിയിടങ്ങളിൽ എത്തുക എന്നുള്ളതും എല്ലാവരും കൂടി ഒന്ന് കൂടിക്കാണുക എന്നുള്ളതും എന്താണ് പൊക്കാളി കൃഷിയുടെ നാളുവഴികൾ എന്നുള്ള തൊട്ടറിയുക എന്നുള്ളതും അതിൻ്റേതായിട്ടുള്ള ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും എല്ലാവിധ സഹകരണങ്ങളും ആവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും ഇവിടുത്തെ കർഷകർക്ക് ഉണ്ടാകുമെന്നും കൂടി അറിയിക്കുന്നു. കൃഷി വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ നന്മകളും നേരുന്നു. ഒരുമിച്ചാണ് എല്ലാവരും ഷെയർ ചെയ്താ പൊക്കാളി വികസന ഏജൻസിയുടെ വൈസ് ചെയർപേഴ്സണാണ്. ഓക്കെ, പുള്ളി സംസാരിക്കും. പൊക്കാളി കൃഷി ഇന്ന് വളരെയധികം പ്രതിസന്ധികൾ നേരിടുന്ന സമയമാണ്. പരമ്പരാഗതമായുള്ള ജൈവ കൃഷി എന്നുള്ള നിലയ്ക്ക് പൊക്കാളി കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ ഒരു കൃഷി വകുപ്പും ഒരു പ്രത്യേക പദ്ധതി തയ്യാറാക്കി വരികയാണ്. പൊക്കാളി കൃഷി ചെയ്യുന്ന കർഷകർ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് പ്രായോഗിക തലത്തിൽ പ്രതിസന്ധികൾ മനസ്സിലാക്കിക്കൊണ്ട് അതൊക്കെ കർഷകരുടെ ആ ദുരിതം, കഷ്ടപ്പാട് ഒന്ന് കുറയ്ക്കുന്നതിനാവശ്യമായ രീതിയിൽ ഈ കൃഷിയെ നിലനിർത്തുന്നതിന്, പരമ്പരാഗത കൃഷി നിലനിർത്തുന്നതിനും ആവശ്യമായ രീതിയിൽ നിരവധി സ്പെഷ്യൽ പാക്കേജുകൾ കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കർഷകർക്ക് ഇപ്പോൾ നിലവിൽ പൊക്കാളി കൃഷി ചെയ്യുന്ന കർഷകർക്ക് അവർക്ക് വിത്ത് സബ്സിഡി കൊടുക്കാറുണ്ട്, കൂലിച്ചെലവിൻ്റെ സബ്സിഡി കൊടുക്കാറുണ്ട്, അതുപോലെയുള്ള മറ്റ് ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഒരുപാട് പ്രതിസന്ധികൾ പറയുകയാണെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ പ്രായോഗിക തലത്തിലുള്ള കർഷകരുടെ ബുദ്ധിമുട്ടുകൾ നിരവധിയാണ്. ആ നിരവധി പ്രശ്നങ്ങൾ പ്രായോഗിക തലത്തിൽ കണ്ടുകൊണ്ട് അതിനൊക്കെ ലഘൂകരിക്കുന്നതിനാവശ്യമായ രീതിയിലുള്ള നടപടികൾ ഗവൺമെൻറ്റിൻ്റെയും PLDയുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നതിനാവശ്യമായ ഇടപെടൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ കൃഷി ഒരു പരമ്പരാഗത ജൈവ കൃഷി എന്നുള്ള നിലയ്ക്ക് ഇത് അന്യം നിലച്ചു പോകാതെ ഓരോ വർഷം ചെല്ലുന്തോറും കൂടുതൽ എൻ്റെ പാരമ്പര്യമനുസരിച്ച് കേരളത്തിലെ 3 ജില്ലകളിലാണ് പൊക്കാളി കൃഷി ചെയ്യുന്നത്. എറണാകുളം, ആലപ്പുഴ, തൃശ്ശൂർ എന്നീ ജില്ലകളിലാണ്. ഏതാണ്ട് 26,000 ഹെക്ടർ പ്രദേശത്താണ് പൊക്കാളി കൃഷി ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ലോപിച്ച് ഓരോ വർഷം ചെല്ലുന്തോറും അത് കുറഞ്ഞു വരുന്നു. ഇത് കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിനാവശ്യമായ രീതിയിലുള്ള സ്പെഷ്യൽ പാക്കേജ് തീർച്ചയായിട്ടും PLDയുടെ ഭാഗത്തു നിന്ന് അതിനാവശ്യമായ ഇടപെടലുണ്ടാകും. നായരമ്പലം ഗ്രാമപഞ്ചായത്തിലെ പ്രധാനപ്പെട്ട പാടശേഖരങ്ങളിലൊന്നാണ്. അവിടെ കർഷകനായ ശ്രീ മര്യാദാസ് കഴിഞ്ഞ 40 വർഷമായി പൊക്കാളി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന കർഷകനാണ്. അപ്പം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് കുറേയധികം ബുദ്ധിമുട്ടുകൾ നേരിട്ടുവെങ്കിലും വീണ്ടും കൃഷിയിലേക്ക് വളരെ ധൈര്യമായി മുന്നോട്ട് പോകുന്ന ഒരു കർഷകരിൽ ഒരാളാണ്. ഇന്ന് നമ്മളിവിടെ വിത്ത് വിതയ്ക്കുകയാണ് ചെയ്തത്. നമുക്ക് ഈ വർഷം വിത്തിൻ്റെ ദൗർലഭ്യമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് വിത്ത് സംഘടിപ്പിച്ച് RRS വൈറ്റിലയിൽ നിന്നും, കണ്ണൂർ കൈപ്പാട് മേഖലയിൽ നിന്നും, അതല്ലാതെ ട്രഡീഷണലായിട്ട് ചെയ്യുന്ന വിത്ത് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങി ആണ് ഇപ്രാവശ്യം നമ്മൾ ഈ കൃഷിയെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ വിത്ത് വിതയാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. എറണാകുളം ജില്ലയിൽ ഏകദേശം 3500 ഹെക്ടറോളം പാടശേഖരം നമ്മുടെ ഈ പൊക്കാളിയിലുണ്ടെങ്കിലും 500 ഹെക്ടർ പ്രദേശത്താണ് നമുക്ക് കൃഷി ഇപ്പോൾ നല്ല രീതിയിൽ നടന്നു പോകുന്നത്. അത് കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കാനും കർഷകരുടെ പ്രശ്നങ്ങൾ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ പോംവഴികൾ കണ്ടെത്താനും കൂടുതൽ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾക്കായിട്ടും
വിപണന കാര്യങ്ങൾക്കായിട്ട് എല്ലാം കൂടി ഊന്നിക്കൊണ്ടാണ് അത് ഒരു പ്രത്യേകമായിട്ട് ഏറ്റെടുത്തുകൊണ്ടാണ് ഇത്തവണ നമ്മുടെ ഈ പൊക്കാളി കൃഷിയിലേക്ക് കർഷകർക്കൊരു പുതിയ പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ കൃഷിയിടങ്ങളും നേരിട്ട് കാണാനും അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രത്യേകം ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് ഭാഗമായിട്ട് പൊക്കാളി വികസന ഏജൻസി കമ്മിറ്റി ടീമും അതോടൊപ്പം കൃഷി ഉദ്യോഗസ്ഥരും എല്ലാവരും വളരെ ഊർജ്ജസ്വലമായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും പൊക്കാളിയുടെ നായരമ്പലത്തെ ഈ കൃഷിക്കാരെ അഭിനന്ദിക്കുകയാണ്. ഒട്ടേറെ പ്രതിസന്ധികൾ ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും ആ കൃഷിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കൃഷി കൈവിടാതെ മുന്നോട്ട് പോകുന്ന ഈ കർഷകർക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാമ്പത്തിക സഹായവും മറ്റ് സാങ്കേതിക സഹായം എല്ലാം ഒരുക്കുന്നതിനായിട്ട് കൃഷി വകുപ്പ് തയ്യാറാണ്. അതിൻ്റെ എല്ലാവിധ സഹകരണങ്ങളും ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. എൻ്റെ പേര് മരിയദാസ്, നായരമ്പലത്തെ പൊക്കാളി കർഷകനാണ്. ഞാൻ ഒരു 40 വർഷത്തോളം ഈ കൃഷി ഇതുവരെ മുടങ്ങാതെ നിൽക്കുന്നത്. എല്ലാ വർഷവും കൃഷി നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അതിൻ്റേതായ പല ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് എന്തെങ്ങനെയൊക്കെ ചെയ്താലും ഇത് നഷ്ടത്തെ വരികയുള്ളൂ. പിന്നെ അതിൻ്റെ ഒരു ചെറിയൊരു നികത്താൻ വേണ്ടി സർക്കാരിൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു ഹെക്ടറിന് ഒരു 32,500 തരും. അങ്ങനെ ഇതുകൊണ്ട് ഒരു ചെറിയ താങ്ങ് ആണ് കൈസഹായം. അതുകൊണ്ട് ഇങ്ങനെ നടന്നു പോവാം. പിന്നെ അതുകൂടാതെ പിന്നീട് വരുന്ന ചെമ്മിക്കെട്ടും ഇനി ഒരു മെച്ചം ഈ കൃഷി ചെയ്തുകൊണ്ടും കിട്ടും. അതുകൊണ്ട് ഈ കൃഷി നിലനിർത്തി പോകുന്നു. അങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും നമ്മൾക്ക് ഈ കൃഷിയോടുള്ള താല്പര്യം കൊണ്ടും ഒരു ജൈവനില എന്നുള്ള രീതിയിൽ ഇത് മുടങ്ങാതെ എല്ലാ വർഷവും കൊണ്ടുവരും. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.